ഹലോ. അപ്പൊ നമ്മുടെ ചാനലിലേക്ക് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുടിക്കാൻ പോകുന്നത് ഇതൊരു അടിപൊളി മോർണിംഗ് ഡ്രിങ്ക് ആണ് കേട്ടോ. എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ വേഗം പോയിട്ട് വീഡിയോ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്കിന് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇതിലൊരു ആപ്പിൾ ഉണ്ട്, അനാർ എടുക്കുന്നുണ്ട്. ഞാൻ ശരിക്കും ABC ജ്യൂസിൽ ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റാണ്. ഞാൻ എക്സ്ട്രാ അനാറും ആഡ് ചെയ്യും, 2 നെല്ലിക്ക ആഡ് ചെയ്യും, അതുപോലെ ഇഞ്ചി ഇത് ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് ഞാൻ വരാം. ഓക്കെ. പുറത്ത് നല്ല മഴ പെയ്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് മഴ ഉണ്ടായിരുന്നില്ല. ഇപ്പം അതേ വീണ്ടും മഴ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാം. കേൾക്കുന്നുണ്ടോ മഴയുടെ ശബ്ദം? നല്ല കാറ്റൊക്കെ ആയിട്ട് പെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. മഴ നല്ല തിമിർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ. ശബ്ദം കേൾക്കാല്ലേ മഴയുടെ? അപ്പം നമുക്ക് ഡ്രിങ്കിന് വേണ്ടിയിട്ടുള്ള ബാക്കിയെല്ലാം ഇതേപോലെ ചെറിയ ചെറിയ ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്യട്ടെ. നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാൻ കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ഡ്രിങ്കിനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അനാറ് ഞാൻ നന്നായിട്ട് കണ്ട അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആപ്പിൾ എടുത്തിട്ടുണ്ട്, നെല്ലിക്ക എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി ഉണ്ട് കേട്ടോ, പിന്നെ ബീട്രൂട്ട് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ അനാറ്. ബാക്കി എല്ലാവരും ഒരുമിച്ച് അടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഓക്കെ. വെള്ളം അധികം ചേർക്കണ്ട കേട്ടോ, കുറച്ച് വെള്ളം ചേർത്താൽ മതി. നമ്മൾ 2 ട്രിപ്പായിട്ട് അരച്ചെടുക്കാം. 2 നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ സംഭവം റെഡി ആയിരിക്കുന്നു കേട്ടോ. കണ്ടോ, നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല. നമ്മൾ ആ ഫ്രൂട്ട്സിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുമല്ലോ, അതാണ് കേട്ടോ. ഇനി ഇത് ഇങ്ങനെ നമുക്ക് ഐസ് സ്റ്റൈലാക്കിയിട്ട് കുടിക്കാം. പക്ഷേ എനിക്ക് അങ്ങനെ കുടിക്കുമ്പോൾ ഒരു തരി പോലെ ഉണ്ടാവും. അപ്പം ഞാനിതൊന്ന് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് അരിക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഡ്രിങ്ക് സംഭവം റെഡി ആക്കിയിട്ട് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഒരു ട്രേയിലേക്കാണ് ഞാൻ ഐസ് ട്രേയിൽ ഇതിലേക്ക് ആക്കി വെക്കുക ചെയ്യുക. എന്നിട്ട് ഡെയിലി ഒരു 2 or 3 ക്യൂബ് എടുത്തിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് വെറും വയറ്റിൽ കുടിക്കും. അങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ആക്കട്ടെ. ഓക്കെ. അങ്ങനെ ദേ നമ്മുടെ ഡ്രിങ്ക് ഞാനിതേ നമ്മുടെ ഐസ് ട്രേയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഫ്രീസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നാളെ രാവിലെ നമുക്ക് കാണാം. അപ്പോൾ ഇതേ ഒരു കപ്പ് ഇത്രയും ബാക്കിയായിട്ടോ, ഇത്ര ഇല്ല, ഇതിൻ്റെ പകുതി ബാക്കിയായിട്ടാണല്ലോ. ബാക്കി ഞാൻ വെള്ളം ചേർത്താം കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ കുടിക്കും. ചിലവരിതിൽ തേൻ ചേർത്തിട്ട് കുടിക്കും. എനിക്ക് അങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. ചിലർക്ക് ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു തേൻ ചേർത്തോളുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ടേസ്റ്റ് ഇഷ്ടമാണ്, കുഴപ്പമില്ല. ഇത് ബാക്കി ഇത്ര വന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചാണ്. ഇത് നമുക്ക് എന്തായാലും ഫ്രീസ് ചെയ്തിട്ട് നമുക്കിനി നാളെ രാവിലെ നമ്മുടെ ഡ്രിങ്ക് കാണാം. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആയിരിക്കും കേട്ടോ. കണ്ടോ, ഇത് നമ്മൾ ഡ്രിങ്ക് ഇതേപോലെ ഫ്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ ഒരു 2 ക്യൂബൊക്കെ എടുത്തിട്ട് ഇളം ചൂടുവെള്ളത്തിലിട്ട് കുടിക്കുക. അപ്പോൾ പുറത്ത് നല്ല നല്ല മഴയായിട്ട്, നല്ല പിടിച്ച മഴയാണ്. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് പുറത്ത്, അടിപൊളിയായിട്ട് മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 2 or 3 ക്യൂബ് എടുക്കാം. ഞാനിപ്പോൾ 2 എടുക്കുന്നുള്ളൂ. 2 ക്യൂബ് ഇട്ടതിന് ശേഷം അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഫുൾ ഐസ് ക്യൂബ് ഇങ്ങനെ മെൽറ്റായിട്ട് നല്ല കളറായിട്ടുണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തേനോ അല്ലെങ്കിൽ നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് കുടിക്കാം. എനിക്ക് ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമായ കാരണം ഞാനിത് ഇങ്ങനെ കുടിക്കാറ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക്. അപ്പോൾ അതാണ് നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക് എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് ഇടയ്ക്കായിട്ട് നിർത്തി വെച്ച സംഭവമായിരുന്നു കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നും കൊണ്ടല്ല, മടിയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം വീണ്ടും തുടങ്ങണം എന്നുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്.
ഞാനിതിങ്ങനെ റോ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിത് ഇങ്ങനെ കുടിക്കും. ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടാവില്ല. കാരണം ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെ ഒക്കെ ടേസ്റ്റ് ചിലർക്ക് ക്യാരറ്റിൻ്റെ ഒക്കെ ബീട്രൂട്ടിൻ്റെ ഒരു ഇരുമ്പ് സത്ത് ചുവയല്ലേ, അപ്പോൾ ചിലർക്ക് അത് ഇഷ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് തേനും നാരങ്ങനീരൊക്കെ ഒഴിച്ച് കുടിക്കാം. ഞാനൊന്നും ചെയ്യാറില്ല, ഞാനിത് ഇങ്ങനെ കുടിക്കുക ചെയ്യാറ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നോക്കൂ, നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയും ഇഷ്ടമുള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മഴ ഒന്ന് തോർന്നിരിക്കുകയാണ്, അടുത്ത മഴ ഇപ്പോൾ പെയ്യും. അങ്ങനെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.